ഗസയിൽ സ്ഥിരമായ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം വീറ്റോ ചെയ്ത് അമേരിക്ക. 15-ൽ 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഗസ സിറ്റിയിൽ ഇസ്രായേൽ കരയാക്രമണം രൂക്ഷമാക്കിയതിന് പിന്നാലെയാണ് UN വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. അതിനിടെ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ കരയുദ്ധവും ആകാശയുദ്ധവും കനക്കുകയാണ്. ഗസയിൽ ഇന്നലെ മാത്രം 100ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 4 കുട്ടികൾ പട്ടിണി കാരണം മരിക്കുകയായിരുന്നു. ഗസ സിറ്റിയെ കൂടാതെ ദാരുൽ ബല നഗരത്തിലേക്കും ഇസ്രായേൽ സൈന്യമെത്തി. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഒരു വ്യവസ്ഥയും പാലിക്കാത്ത തരത്തിലുള്ള കടുത്ത ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്ക പരോക്ഷമായി ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പരോക്ഷമായി നെതന്യാഹുവിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഒപ്പം നിൽക്കുന്നു എന്നുള്ള വിലയിരുത്തലുകൾക്കിടയിലാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ച് ഭൂരിഭാഗം അംഗങ്ങളും വോട്ട് ചെയ്തിരിക്കുന്നത്. ഏത് രീതിയിലേക്ക് അമേരിക്കയുടെ നിലപാടുകൾ മാറാൻ നിർബന്ധിതമാകുന്നു എന്നാണ്? ഇതെങ്ങനെയായിരിക്കും ഗസയിലെ സ്ഥിതിയെ സ്വാധീനിക്കുക? അപർണ, സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ മനുഷ്യക്കുരുതിയും വലിയ ആക്രമണങ്ങളും കൂടുതൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഗാസയിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം UN രക്ഷാസമിതിയിൽ 15 രാജ്യങ്ങൾ ഇത്തരത്തിൽ വെടിനിർത്തൽ ഉടൻ പ്രഖ്യാപിക്കണം, ഒപ്പം തന്നെ ബന്ദിക്കൈമാറ്റം ഉടൻ നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അതിൽ 15 രാജ്യങ്ങളിൽ 14 രാജ്യങ്ങളും അതിനെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ US മാത്രമാണ് വീറ്റോ ചെയ്ത് പിന്മാറുകയും ചെയ്ത്. നമുക്കറിയാം, ഇതിനു മുമ്പ് സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉടലെടുത്തിരുന്നു. അന്ന് 6 തവണയായിരുന്നു US ഈ വിഷയത്തിൽ പിന്മാറുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്ത്. അതേ രീതിയിൽ ഇപ്പോഴും US ഒരു മൗന സമ്മതം അല്ലെങ്കിൽ പരസ്യമായ പിന്തുണ ഇസ്രായേലിന് ഈ ഒരു കൂട്ടക്കുരുതിക്ക് നൽകുന്നു എന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഇതിലൂടെ പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളായി കരയുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഗാസയിൽ നിരവധി പേർ മരണപ്പെടുന്നു. 50-ലധികം പേർ ഓരോ ദിവസവും പ്രതിദിനം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം. കുട്ടികളടക്കം പട്ടിണി മൂലം മരിച്ചു വീഴുന്ന സാഹചര്യമാണ് ഗാസയിലുള്ളത്. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള, നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ജനങ്ങളെ കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. യുദ്ധനിയമം മറന്നുകൊണ്ടുള്ള കൂട്ടക്കൊലയാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് സംശയം പറയുകയും ചെയ്യാം. ഒപ്പം തന്നെ പൂർണ്ണമായും വടക്കൻ ഗാസ ഒറ്റപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ ഗാസ സിറ്റിയിൽ നിന്നുള്ളവരും ഒപ്പം തന്നെ വടക്കൻ ഗാസയിലുമുള്ളവരും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ സേന പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോയി അവിടെ നിന്ന് അൽറാഷിദ് പാത വഴി അവിടെ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഇതിനോടകം തന്നെ ഇസ്രായേൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടി 48 മണിക്കൂറോളം സമയം ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പാത തുറന്നിടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു യാതൊരു വിധത്തിലുമുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് സേന നൽകുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അവർ അത് പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആ പാതയിലൂടെ തെക്കൻ ഗാസയിലേക്ക് നടന്നു നീങ്ങുന്ന പലരും മരിച്ചു വീഴുന്നു. ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം, പട്ടിണി മൂലം മരണപ്പെടുന്ന സ്ഥിതിവിശേഷം. മറ്റൊന്ന്, തെക്കൻ ഗാസയിൽ കൂടുതൽ ആളുകൾ എത്തി എന്നുള്ളത് തന്നെയാണ്. പലായനം ചെയ്തു വരുന്നവരുടെ എണ്ണം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ പേർക്ക് തങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അവിടെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കരയാക്രമണം അതിൻ്റെ രൂക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലയിലും ഒപ്പം തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഒരേപോലെ കൃത്യമായ ആക്രമണം ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് യുദ്ധസന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കിഴക്കൻ മേഖല പൂർണ്ണമായും നേരത്തെ സൈന്യം വളയുകയും അത് സൈന്യത്തിൻ്റെ അധീനതയിലേയും ആവുകയും ചെയ്തതാണ്. ഇപ്പോൾ പൂർണ്ണമായും ഇത് ഒറ്റപ്പെടാൻ കാരണം അവിടെ മറ്റ് രാജ്യങ്ങളുമായി അല്ലെങ്കിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ പുറം ലോകവുമായുള്ള ബന്ധം ഈ ഇവിടുത്തുകാർക്ക് മുറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരം കൈമാറാനോ ഒന്നും തന്നെ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഗാസയെ സംബന്ധിച്ചുള്ളത്. കൂടുതൽ ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ യുദ്ധ ടാങ്കുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. മറ്റൊന്ന്, ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് നടപടി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഗാസ സിറ്റിയിലേക്ക് നേരത്തെ സൈന്യം കടന്നിരുന്നുവെങ്കിൽ പോലും തന്നെ പൂർണ്ണമായും അധീനതയിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇവിടെ 7 ലക്ഷത്തോളം പേർ ഇപ്പോഴും അധിവസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ. 3 ലക്ഷം മുതൽ 4.5 ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്തു പോയതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിട്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ടെൽ അൽ ഹവായിലും ഷെയ്ഖ് റദ്വാനിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ
മേഖലയിലാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ. അവിടെ ഹമാസിന്റെ അംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ഉറച്ച അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്രായേൽ സേന വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ പിടികൂടുകയും അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് പുറകോട്ട് പോകൂ, ഒരടി പിന്നോട്ട് വെക്കൂ എന്നുള്ളതാണ് ഇതിൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹൃദയഭാഗത്തേക്ക് കടക്കുമ്പോൾ അവിടെ 3000 മുതൽ 4000-ഓളം ഇത്തരത്തിൽ ഹമാസിന്റെ അംഗങ്ങളുണ്ട് എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹമാസുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ഇതിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന്, അവിടെ നിന്ന് പൂർണ്ണമായും ജനങ്ങളെ നിർബന്ധിച്ച് കുടിയിറക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇസ്രായേൽ സ്വീകരിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇസ്രായേലിന്റെ സേനാ വിഭാഗം ഗാസയിൽ ഒരേ സമയം വ്യോമാക്രമണമോ ഒപ്പം തന്നെ കരയാക്രമണമോ രൂക്ഷമായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഭയന്നുകൊണ്ട് ആളുകൾ മറ്റിടത്തേക്ക് പലായനം ചെയ്യുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. പക്ഷേ അതിലൊരു ചില ചോദ്യങ്ങൾ കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങളിൽ 3000 മുതൽ 4000 ഹമാസുകാരുണ്ട് എന്ന് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നു. ഇവരെ പിടികൂടുന്നതും വരെ ഈ ആക്രമണം നടത്തുകയും ചെയ്യും. അത് ഉന്മൂലനം ചെയ്യണം. അത് അവർ താമസിക്കുന്ന ചില കെട്ടിടങ്ങളെ കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ വിവരമുണ്ട്. ആ കെട്ടിടങ്ങളടക്കം തകർക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ജനങ്ങൾ ഇതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഞങ്ങൾ എന്തിന് തെക്കൻ ഗാസയിലേക്ക് പോകണം, അവിടേക്ക് പോയാൽ എന്ത് സുരക്ഷിതത്വമാണ് ഞങ്ങൾക്കുള്ളത്, അവിടേക്ക് പോകണമെന്ന് പറയുന്ന വഴിയിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ആക്രമണം നടക്കുന്ന മേഖലയാണ്. അവിടെ കൃത്യമായി ഭക്ഷണങ്ങൾ ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ കുട്ടികളടക്കം ഈ പട്ടിണി മൂലം മരിച്ചു വീഴുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസവും 100-ലധികം പേർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹമാസ് ഈ ഒരു ഘട്ടത്തിൽ ആഗോളതലത്തിൽ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് പറയുന്നത്. ഇന്നും നാളെയും ശനിയും ഞായർ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരണം, പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരണം എന്നുള്ള ഒരു ആവശ്യം ഹമാസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഗാസയിൽ ഇതുവരെ മരണപ്പെട്ടവരുടെ എണ്ണം ഭയപ്പെടുന്നത് തന്നെയാണ്. 65,141 എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. ഇതിലും കൂടുതൽ പേർ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്നുള്ള ചില വിലയിരുത്തലുകളുണ്ട്. വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടുത്തെ മാധ്യമപ്രവർത്തകർ പലരും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചൊക്കെ ഇതിൽ കൂടുതൽ പേർ, ആയിരങ്ങൾ ഇപ്പോഴും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു വിവരം പോലും ലഭ്യമായിട്ടില്ല. പലരും അവരെ അന്വേഷിച്ച് നടക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടിയുള്ള അതിൻ്റെയുള്ള തെരച്ചിൽ നടത്തുകയാണ്. പല കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആക്രമണങ്ങൾക്കിടയിൽ തന്നെ 13,000 ടെന്റുകൾ, ഒപ്പം തന്നെ 1600 കെട്ടിടങ്ങൾ ഇതുപോലെ ഈ കരയുദ്ധത്തിൽ ഇസ്രായേൽ സേന തകർത്തിട്ടുണ്ട്. അതിനടിയിലുമൊക്കെ തങ്ങളുടെ ഉറ്റവരുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞു. മിഥുൻ തുടരുക. ഇപ്പോൾ രാഷ്ട്രീയ നിശ്ചയ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കും ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അമേരിക്ക UN പ്രമേയം വീറ്റോ ചെയ്തതിൽ ഇപ്പോഴുള്ള ഒരു സാഹചര്യം വെച്ച് അപ്പോഴും ഇസ്രായേലിന്റെ പ്രതിനിധി തന്നെ പറയുകയാണ് ഗസയെ റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റി വിൽക്കാനുള്ള ബിസിനസ് പ്ലാൻ ട്രംപിന്റെ ടേബിളിന് പുറത്താണ് എന്ന് ഇസ്രായേൽ പ്രതിനിധി പറയുന്ന സമയത്തു കൂടിയാണ് അമേരിക്ക ഈ നിലപാട് വ്യക്തമായി പ്രകടമാക്കുകയും ചെയ്യുന്നത്. ഏത് രീതിയിലേക്ക് ലോകം മുഴുവൻ ഇടപെട്ടാലും അമേരിക്കയുടെ നിലപാട് ഈ തരത്തിൽ നിൽക്കുമ്പോൾ ഇനി കാര്യങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകും? ഗസയിൽ എന്ത് പ്രതീക്ഷിക്കാം? ലോകം മുഴുവൻ എതിർത്താലും അമേരിക്കയുടെ പിന്തുണ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിനെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഇസ്രായേലിനുള്ളത് കൊണ്ടാണ് ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ടാങ്കുകൾ പ്രവേശിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഹമാസിന്റെ അവശേഷിക്കുന്ന തുരുത്തുകൾ ഇപ്പോൾ ഗാസ സിറ്റിയുടെ ഏതാണ്ട് കേന്ദ്ര